പയ്യന്നൂർ കാങ്കോലിൽ CITU അംഗത്വമെടുക്കാത്തതിന് ഓട്ടോ ഡ്രൈവർക്ക് വിലക്കേർപ്പെടുത്തിയതായി പരാതി. അർബുദബാധിതനായ MK രാജനാണ് തൊഴിലെടുക്കാനുള്ള അവകാശം നിഷേധിക്കുന്നുവെന്ന പരാതിയുമായി മുന്നോട്ട് വന്നത്. 28 വർഷം പയ്യന്നൂർ നഗരത്തിൽ ഓട്ടോ ഓടിച്ചാണ് കാങ്കോലിലെ MK രാജൻ ഉപജീവനമാർഗം കണ്ടെത്തിയത്. 3 വർഷം മുൻപ് രക്താർബുദം വന്നതോടെ ഈ 56-കാരന്റെ ജീവിതമാകെ തകിടം മറിഞ്ഞു. മലബാർ ക്യാൻസർ സെന്ററിൽ സഹോദരന്റെയും ബന്ധുക്കളുടെയും സഹായം കൊണ്ടാണ് നിലവിൽ ചികിത്സ. ഭാര്യ തൊഴിലുറപ്പ് തൊഴിലാളിയാണ്, മക്കളില്ല. പുതിയൊരു ഓട്ടോറിക്ഷ വാങ്ങി കാങ്കോലിൽ ഓടാൻ തീരുമാനിച്ചതോടെയാണ് പ്രശ്നങ്ങളുടെ തുടക്കം. കാങ്കോലിൽ തന്നെയാണ് വണ്ടിയുടെ പെർമിറ്റും. എന്നാൽ പയ്യന്നൂരിൽ INTUC യൂണിയനിൽ മെമ്പറായിരുന്ന രാജന് കാങ്കോലിൽ ഓടണമെങ്കിൽ CITU മെമ്പർഷിപ്പ് എടുക്കണമെന്ന് CITU തൊഴിലാളികൾ പറഞ്ഞു. അപേക്ഷ നൽകിയിട്ട് 6 മാസത്തിലേറെയായെങ്കിലും CITU ഓട്ടോ വയ്ക്കാനുള്ള അനുവാദം നൽകിയില്ലെന്ന് രാജൻ പറയുന്നു. എനിക്ക് സുഖമില്ലാത്തൊരവസ്ഥയായിട്ടല്ലേ ഇപ്പോൾ 2 വർഷമായി. ഇപ്പം അന്നേരം വണ്ടി എടുക്കണം പറഞ്ഞ് ഡോക്ടർ പറഞ്ഞു. ഇപ്പം കുറേശ്ശെ സുഖമുണ്ട്. അപ്പോൾ വണ്ടി എടുക്കാൻ ഞാൻ പയ്യന്നൂരുണ്ടായ വണ്ടി കൊടുത്തിട്ട് അന്നേരം സുഖമില്ലാത്ത കാരണം കൊടുത്തു. എന്നിട്ട് ഇപ്പോൾ ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുത്തത് കാങ്കോൽ പാർക്കിങ്ങിന് പെർമിറ്റെല്ലാം കാങ്കോലാണ്. അപ്പം കാങ്കോൽ വെച്ച് ഓട്ടാന്ന് വെച്ചിട്ട് അവരോട് യൂണിയൻകാരോട് അപേക്ഷയെല്ലാം കൊടുത്തിട്ട് അവർ 1 വർഷം കാത്തു നിന്നിട്ട് അവർ ഇന്ന് നാളെ പറഞ്ഞിട്ട് അങ്ങനെ ആയിട്ട് ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ CITU മെമ്പർഷിപ്പ് എടുക്കണം എന്നാലേ വണ്ടി ഓട്ടാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട്, അല്ലാതെ ഇവിടെ വെക്കാൻ പറ്റില്ല പറഞ്ഞിട്ട് 1 പ്രാവശ്യം വണ്ടി അവിടെ സ്റ്റാൻഡിൽ വെച്ചപ്പോൾ അവർ എന്നെ എടുത്തു വിട്ടു. 2 പ്രാവശ്യം കൊണ്ട് എടുത്തു വിട്ടു. ഞാനത് പിന്നെ അങ്ങോട്ട് പോയിട്ടില്ല. ഞാനിപ്പോൾ INTUCയിൽ മെമ്പറാണ് ഓൾറെഡി. അപ്പോൾ അവരോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു അങ്ങനത്തെ ഒരു നിയമം അവിടെ ഇല്ലല്ലോ, അങ്ങനെ ഒരു യൂണിയൻകാർക്കായിട്ട് ഒരു സ്റ്റാൻഡൊന്നുമില്ല അങ്ങനെ. അതുകൊണ്ട് ഇവർ യൂണിയൻകാരിലായിട്ട് വിളിച്ച് ചർച്ച ചെയ്തു. എന്നാലും അവരെ നിലപാടിൽ മാറ്റമൊന്നുമില്ല. പ്രശ്നപരിഹാരത്തിനായി പയ്യന്നൂർ DYSPയുടെ നിർദ്ദേശപ്രകാരം പെരിങ്ങോം CI ചർച്ച നടത്തിയിരുന്നു. അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറും പ്രശ്നത്തിൽ ഇടപെട്ടിരുന്നു. എന്നാൽ പരിഹാരം മാത്രമുണ്ടായില്ല. നിലവിൽ ഓട്ടോ റോഡിലിറക്കുമെന്ന സ്വപ്നവും താലോലിച്ച് അധികാരികളുടെ ഇടപെടൽ പ്രതീക്ഷിച്ച് വീട്ടിലിരിക്കുകയാണ് രാജൻ. മുറ്റത്ത് ഓട്ടോറിക്ഷയും. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ.